ഞാനൊരു 12 മണി 1 മണി രാത്രി 12-നും 1 മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് അവിടെ പോകുന്നത്. എപ്പോഴാണെന്നറിയാമോ? അന്ന് ഞാൻ നാട്ടിൽ ലീവിന് പോയപ്പോൾ സമയത്തായിരുന്നു. അപ്പോൾ നാട്ടിൽ ലീവിന് പോയ സമയത്ത് അപ്പോൾ അവിടെ രാത്രി ഒരു 12-1 മണിക്ക് ഇടയ്ക്കാണ്. അപ്പോൾ എനിക്ക് ഈ ചൂണ്ടയിടുന്നത് ഭയങ്കര ഇഷ്ടമായത് കാരണം ഞാൻ അങ്ങ് എന്താ പറയുക, നമ്മൾ സമയവും കാലവും നോക്കത്തില്ല. ഇപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഈ രാത്രിയാണ് മീൻ കൂടുതൽ കിട്ടുന്നത് ഇങ്ങനെ നമുക്ക് ഒരു ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ച് വലിയ ഇതില്ലെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു സമയമായപ്പോഴാണ് ഞാൻ പോയത്. അപ്പോൾ ആൾക്കാർ പലരും പറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്ത് പോകരുത്, അവിടെ ഭയങ്കര ഡേഞ്ചർ ഏരിയയാണ്, അവിടെ പ്രേതങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൊത്തം കാടാണ്, അതായത് ഒരു മനുഷ്യനടുത്ത് നിന്ന് നമ്മൾ അറിയത്തുമില്ല, അതുപോലത്തെ കാടാണ്. അപ്പോൾ അങ്ങനെ അവിടെ വന്ന് ഞാനെന്ത് ചെയ്യുന്നത്, സാധാരണ ചൂണ്ട കൊണ്ടുവന്ന് മീനൊക്കെ പിടിക്കാൻ വേണ്ടി അങ്ങനെ ചൂണ്ട ഇട്ട് മീനൊക്കെ ഇരയെ കോർത്ത് ചൂണ്ട അതിനകത്തിട്ട് ഒരു 1/4 മണിക്കൂറായിട്ടുണ്ട്. 1/4 മണിക്കൂറായി കഴിഞ്ഞപ്പോഴത്തേക്കും മീനൊന്നും കൊത്തുന്നൊന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ തൊട്ടടുത്ത് നിന്ന് എൻ്റെ തോളിൽ ആരോ തട്ടിയപ്പോഴത്തേക്കിനും ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കിനും അവർ ഒരു ചൂണ്ടക്കുളത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒന്ന് കോർത്ത് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ ഒന്നുമില്ല, നമുക്ക് ആ പേടിയില്ലാത്ത കാരണം, ഒരു ഭയമില്ലാത്ത കാരണം, ഈ പ്രേതങ്ങളെ പേടിയില്ലാത്ത കാരണം നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാനത് കോർത്ത് കൊടുത്തതും അടുത്ത സെക്കൻഡിൽ അവിടെ ആളെ കാണുന്നില്ല, ആളവിടെ ഇല്ല. ഞാനന്നേരം ഇങ്ങനെ ആലോചിച്ചു. അപ്പം ഒരു പ്രകാശം പോലെ വന്നെനിക്ക്, അവരവിടെ വന്ന് എന്നെ തട്ടിയപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഒരു പ്രകാശം പോലെ കണ്ടു, ഒരു തിളക്കം പോലെ കണ്ടു. ഞാൻ കോർത്ത് കൊണ്ട് അടുത്ത ആൾ നിന്നാൽ അറിയത്തില്ല, സാധാരണ ഡ്രസ്സൊക്കെ ആണെങ്കിൽ അറിയത്തില്ല. നേരെ മറിച്ച് ഇതൊരു പ്രകാശം പോലെ, ഒരു വെള്ള ഡ്രസ്സിലെന്തോ പ്രകാശം പോലെ കണ്ടപ്പോഴത്തേക്കും എനിക്കൊരിത് തോന്നി, ഇത് ഇനി അവരാരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അപ്പോൾ അതാണോ. പക്ഷേ നമുക്ക് ആ ഒരു ചിന്തയെ വന്നില്ല, എന്തോ എനിക്ക് പേടിയും തോന്നിയില്ല. ഞാൻ കൊടുത്തതിന് ശേഷം പിന്നെ അവിടെ മൊത്തം ഇരുട്ടുമായി, പിന്നെ അങ്ങനെ ഒരു വെട്ടവും കണ്ടില്ല, ആളെയും കണ്ടില്ല, ഒന്നുമില്ല. അടുത്ത സെക്കൻഡിൽ ആ വെള്ളത്തിലേക്ക് വെള്ളത്തിൽ നിന്നൊരു സൗണ്ടാണ് കേൾക്കുന്നത്, ഒറ്റ സൗണ്ട്, എന്തോ ഒരു പൊട്ടുന്ന പോലെ സൗണ്ട് വെള്ളത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇരുട്ടായത് കാരണം കാണാൻ പറ്റുന്നത് എന്താണെന്നുള്ളത്. ആ സമയത്ത് തന്നെ മറ്റേ പട്ടിയുടെ സൗണ്ടും, പട്ടി ഓലയിടുന്നതും, പട്ടി കുരയ്ക്കുന്നതും, ചീവി കേന്ന് പറഞ്ഞ് ചീവിയുടെ കൂര കരയുന്നതാണ്. നമ്മൾ ധൈര്യമായിട്ട് അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ടോർച്ചും കൊണ്ടുപോയില്ല, മനസ്സിലാക്കണം, ടോർച്ചും എടുത്തെന്നുള്ള ഇതിലായിരുന്നു മൈൻഡിലാണ്. അവിടെ വില വന്നപ്പോഴേ ടോർച്ച് ഉണ്ടെങ്കിൽ അടിച്ച് നോക്കാമായിരുന്നു, എടുത്തില്ല. പിന്നെ അങ്ങനെ ഒരു 1-2 മണിക്കൂർ അവിടെ നിന്ന് പക്ഷെ അതിൻ്റെ വേറൊരു കാര്യമുണ്ട്. അങ്ങനെ ഞാൻ മുകളിലേക്ക് നോക്കുന്നുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സൗണ്ട് വരും, സൗണ്ട് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സാധനം മുകളിൽ കൂടെ പോകുന്നതായിട്ട് എനിക്ക് തോന്നി, ഒരു തിളക്കം പോലെ ഇങ്ങനെ പാഞ്ഞ് പോകണക്ക് തോന്നി. ഇരുട്ടോ, രാത്രി 12 മണിയും 1 മണിയുടെ ഇടയ്ക്കുള്ള ഇരുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ പറ്റത്തില്ല, അതുപോലത്തെ ഇരുട്ടാണ്. ചുരുക്കം പറഞ്ഞാൽ അത് അവിടെ നിന്ന് അങ്ങനെ പോയി, അതിനകത്ത് വെള്ളത്തിൽ ചാടിയതാണോ വെള്ളത്തിൽ നിന്ന് കയറിയതാണോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ ഈ ചൂണ്ട കൊളുത്ത് മാത്രമേ കോർത്ത് കൊടുത്തിട്ടുള്ളൂ, പിന്നെ ഞാൻ പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാൻ പോയില്ല. പക്ഷേ ഒരു സാധനം ഇങ്ങനെ പാഞ്ഞു പോകണുണ്ട് എൻ്റെ നേരെ മേളിൽ കൂടെ. വെള്ളത്തിൽ നിന്ന് ചാടിയതാണോ വെള്ളത്തിൽ നിന്ന് കയറിയതാണോ ഒന്നും അറിയത്തില്ല. കുറച്ച് നാളേ ആയുള്ളൂ. പക്ഷേ എന്നാലും എത്ര രാത്രിയാണെന്ന് പറഞ്ഞാൽ ഒരു പേടിയാണ്. നമ്മൾ ധൈര്യമായിട്ട് പോയി ചൂണ്ടയിട്ട് വരും. മീൻ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വീക്ക്നെസ്സാണ് മീൻ പിടിക്കുക. പക്ഷേ ഇത് മീൻ പിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, അത് കഴിക്കാനും താല്പര്യമില്ല, അങ്ങനെയൊന്നുമില്ല. മീൻ കഴിക്കും, പക്ഷേ എന്നാലും പിടിച്ച് അതിനകത്തൊന്ന് ഇരയിട്ടൊരു മീനെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സുഖമാണ്. എന്താ ഒരു സുഖം എന്നറിയാം, ക്ഷമിച്ചിങ്ങനെ ഇരിക്കാൻ കുറേ നേരം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ പോയിട്ട് തന്നെയാണല്ലേ, നമ്മുടെ കുവൈറ്റിൽ അവിടെ പോയിട്ട് തന്നെയല്ലേ, കടപ്പുറത്ത് മീൻ പിടിക്കാൻ ചൂണ്ടയിടാൻ പോയിട്ടുണ്ടല്ലേ, അവിടെ ഇതുപോലെ തന്നെയായിരുന്നു. കുറേ നേരം എന്നിട്ട് രക്ഷയില്ല. അങ്ങനെയാണ് പിന്നെ കപ്പൽ വന്നത്. അത് കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടതല്ലേ. ആ കപ്പൽ വന്ന് ആ കപ്പലിനകത്ത് അവർ വിളിച്ചങ്ങനെ അതിനകത്ത് കയറി, അങ്ങനെ അവിടെ കടലിൽ പോയിട്ട് നടുക്ക് പോയിട്ട് അവിടെ നിന്നിട്ട്, അത് മുമ്പ് ഇതുപോലെ അവർക്ക് ഞാൻ മീൻ കൊടുത്തിട്ടുള്ള ആൾക്ക് അറിയാം. അങ്ങനെ അതിൽ ആ വലിയ മീൻ കിട്ടിയത്, ആ കഥ അതിനകത്ത് മറ്റേ പഴയ വീഡിയോയിൽ, കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിലുണ്ടല്ലോ അത്. അപ്പോൾ ഇനിയിപ്പം നാട്ടിൽ എത്തുമ്പോഴത്തേക്കിനും അടുത്ത ഒന്ന് പോകണം മീനൊക്കെ പിടിക്കാൻ വേണ്ടി. അപ്പോൾ ബൈ, അടുത്ത കഥയായിട്ട് വരാം.